പെസഹ വ്യാഴം. പൂർവ്വപിതാവായ ജോസഫിന്റെ ഇടപെടലിലൂടെ പ്രാണൻ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് കടന്നുവന്ന യാക്കോബിന്റെയും പുത്രന്മാരുടെയും തലമുറകൾക്ക് പിന്നീട് ഈജിപ്ത് പ്രാണഭയത്തിന്റെ നാടായി മാറി. അവരുടെ വംശവർധന കണ്ട് ഭയപ്പെട്ട ജോസഫിനെ അറിയാത്ത ഒരു ജനത അവിടെ വളർന്നു വന്നു. ഇസ്രായേലിന്റെ ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ വധിക്കാനും കഠിനമായ ജോലികൾ നൽകാനും ആളുകളെ അവർ ഏർപ്പാടാക്കി. അവരെ ആ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ ചരിത്രമാണ് പെസഹ. അന്നേ ദിവസം ഇസ്രായേലിന് ദൈവം കൊടുത്ത ഒരു കൽപ്പനയുടെ അനുഷ്ഠാനമാണത്. ഇസ്രായേൽക്കാരോട് ദൈവം പറയുന്നു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. 10-ാം ദിവസം ഓരോ കുടുംബവും ഓരോ ആട്ടിൻകുട്ടിയെ കരുതണം. അതിനെ 14-ാം ദിവസം വരെ സൂക്ഷിക്കണം. അന്ന് സന്ധ്യയ്ക്ക് അതിനെ കൊന്ന് വീടിന്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകുമ്പോൾ രക്തം പുരണ്ട വീടുകൾ കടന്നു പോകും. ഇന്നേ ദിവസം ഒരു സ്മരണാദിനമായി തലമുറകൾ തോറും കൊണ്ടാടപ്പെടട്ടെ. മക്കൾ ചോദിക്കുമ്പോൾ കടന്നുപോകലിന്റെ ഈ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കട്ടെ. പുളിപ്പില്ലാത്ത അപ്പം. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം. ഇത് ദൈവത്തിന്റെ കൽപ്പന എന്ന രീതിയിൽ യേശുവിന്റെ കാലം വരെ ഏകദേശം 1500 വർഷം മാറ്റമില്ലാതെ പെസഹ തിരുനാളായി ആഘോഷപൂർവ്വം അവർ കൊണ്ടാടി. ഒരു യഹൂദനായ യേശുവും ആത്മാർത്ഥമായി ഈ ആചരണത്തിൽ പങ്കുകൊണ്ടു. ആ വർഷത്തെ പെസഹ തിരുനാളിന് അവനും ശിഷ്യരും ജെറുസലേമിലുണ്ടായിരുന്നു. ഗലീലയിൽ നിന്നുള്ളവനായതുകൊണ്ട് ജെറുസലേം നഗരത്തിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ അകലെയുള്ള ബഥാനിയയിലെ ലാസറിന്റെ വീട് മാത്രമേ അവന് സുപരിചിതമായിട്ടുള്ളൂ. അതിനാലാകാം ശിഷ്യന്മാർ ചോദിക്കുന്നത്, നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറിയെക്കുറിച്ച് അവൻ അവരെ അറിയിക്കുന്നു. അത് മാർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ സെഹ്യോൻ മാളിക എന്നറിയപ്പെടുന്ന വീടായിരുന്നു എന്നാണ് പാരമ്പര്യം. അന്ന് ആ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പെസഹായുടെ പുതിയൊരു ക്രമത്തിന് യേശു തുടക്കമിട്ടു. അവനെ അനുഗമിച്ച സമൂഹത്തിന് അവൻ നൽകിയ ഒരു പുതിയ കൽപ്പനയായിരുന്നു യേശുവിന്റെ ആ പെസഹ ആചരണം. അതുവരെ ഒരിക്കലും ചരിത്രം ദർശിച്ചിട്ടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവിടെ ആദ്യം നിറവേറിയത്. ഗുരു ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നവർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന തർക്കങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഈ കാൽ കഴുകൽ. ഗുരുവായ യേശു അധികാരത്തിന് അടയാളമായ മേലങ്കി മാറ്റി അത് ദാസന്റെ പ്രവൃത്തിയായ അരയിൽ ചുറ്റി അടിമയുടെ ജോലിയായ കാൽകഴുകൽ നടത്തുന്നു. സ്വർഗത്തിന്റെ സമാനത വിട്ടെറിഞ്ഞ് വന്നവന്റെ എളിമ ഉൾക്കൊള്ളാൻ വെറും സൃഷ്ടിയായ മനുഷ്യന് സാധ്യമോ? മനുഷ്യന്റെ അഹന്തയിലേക്ക് സ്വർഗത്തിന്റെ എളിമ ഇറങ്ങി വരുന്നു. അഴുക്കിന്റെ പര്യായമായ കാലുകളിൽ ദൈവം മുത്തമിട്ടതിനെ പവിത്രമാക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം! അങ്ങനെയുള്ള പാദങ്ങൾ കഴുകി അവരെ വിശുദ്ധീകരിച്ച് സുവിശേഷ പ്രഘോഷണത്തിനായി അവരെ പ്രാപ്തരാക്കുകയാണ്. ആദ്യത്തെ പുരോഹിതരായി അങ്ങനെ യേശു അവരെ ഉയർത്തി. അത് അവരുടെ യോഗ്യതയല്ല. അവരിൽ ആരും പ്രഗത്ഭരായി ഉണ്ടായിട്ടിരുന്നില്ല. മുക്കുവർ, ചുങ്കക്കാർ, തീവ്രവാദികൾ, എടുത്തുചാട്ടക്കാർ, അധികാരമോഹികൾ, സംശയാലുക്കൾ, ഒറ്റുകൊടുക്കുന്നവരുടെയൊക്കെ അടങ്ങിയ കൂട്ടമായിരുന്നു അവർ. കരിങ്കട്ട് സമാനമായവരെ വൈഡൂര്യങ്ങളായി യേശു മാറ്റിയെടുത്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ മനോഭാവം. അവൻ പറഞ്ഞ ഉപമകൾ നോക്കൂ. കാണാതായ ആട്, കാണാതായ നാണയം, ധൂർത്തപുത്രൻ, ഫരിസേയനും ചുങ്കക്കാരനും ധനവാനും ലാസറും ഒക്കെ തിരസ്കരിക്കപ്പെട്ടവരെ ഉയർത്തുന്ന ഉപമകളായിരുന്നു. യേശു ഒരു പരമദരിദ്രനായിരുന്നു. ദാരിദ്ര്യം അനുഭവിക്കാൻ നീ ഒരുക്കമാണോ? സഹനങ്ങൾ നമുക്ക് വേണ്ടേ വേണ്ട. പ്രതിസന്ധികൾ 7 അയൽപ്പക്കത്ത് പോലും വേണ്ട. സഹനങ്ങൾ നമുക്ക് മടുപ്പാണ്. പക്ഷേ ഇതൊക്കെയായിരുന്നു യേശുവിന്റെ ജീവിതം. എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്ന ദൈവപരിപാലനയിലായിരുന്നു അവന്റെ ആശ്രയം. പെസഹ ആചരണത്തിൽ കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടാകാനാണ് ദൈവപരിപാലന അവനെ അയച്ചത് എന്ന ബോധ്യം അവനിൽ രൂഢമൂലമായിരുന്നു. അതിനാൽ ദൈവപരിപാലനയിലുള്ള ആശ്രയമാണ് പെസഹായുടെ മറ്റൊരു സന്ദേശം. അടുത്ത നാളിൽ കുരിശിൽ പൂർത്തിയാകാനുള്ള തന്റെ ബലിയർപ്പണത്തിന്റെ മുന്നോടിയാണ് അന്ന് അവൻ അനുഷ്ഠിച്ച പെസഹ ആചരണം. പെസഹ നാളിൽ ഭക്ഷിക്കാനുള്ള പുളിപ്പില്ലാത്ത അപ്പം എടുത്തവൻ പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിനെന്ന് പറഞ്ഞ് പൗരോഹിത്യ സ്ഥാപനം നടത്തിയ ദിനം കൂടിയാണ് യേശുവിന്റെ പെസഹ. അതിനെ അവഹേളിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന ചാനൽ ചർച്ചകളും സിനിമകളും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു.
നമുക്ക് മാമോദിസ നൽകാനും ആദ്യ കുർബാന സ്വീകരണം നൽകാനും സ്ഥൈര്യലേപനം നൽകാനും വിവാഹം ആശീർവദിച്ച് നൽകാനും വീടുകളിലെ ശവസംസ്കാര കർമ്മങ്ങൾ നടത്തി തരാനും മാത്രമുള്ളവരാണോ നമ്മുടെ പുരോഹിതന്മാർ? ആ സമയങ്ങളിലൊക്കെ അവർ അഭിമതരും അല്ലാത്ത സമയങ്ങളിലൊക്കെ അനഭിമതരുമാണ് അവർ. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും. ഇത് കേട്ട അനേകം ശിഷ്യർ അന്ന് അവനെ ഉപേക്ഷിച്ചു പോയി. കുറേ പേർ എന്നിട്ടും അവനോട് ചേർന്ന് നിന്നു. അത്രയേറെ യോഗ്യതയില്ലെങ്കിലും നാമും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ നോക്കി പൗലോസ്ലീഹ പറയുന്നു, അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുന്നവർ തങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റുവാങ്ങുന്നത്. കാൽ കഴുകാൻ യേശു വന്നപ്പോൾ പത്രോസ് അതിന് വിസമ്മതിക്കുന്ന ഭാഗവും വിശുദ്ധിയുടെ ധ്യാന വിഷയമാണ്. യേശു പറഞ്ഞു, കാൽ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അവൻ പറഞ്ഞു, എങ്കിൽ എൻ്റെ കാലുകൾ മാത്രമല്ല ശരീരം മുഴുവൻ കഴുകുക. കുളി കഴിഞ്ഞവന്റെ ശരീരം ശുദ്ധമാണ്, കാലുകൾ മാത്രം കഴുകിയാൽ മതി. ഈ നോമ്പ് കാലഘട്ടത്തിൽ മാംസം വർജിച്ചും പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ചും കുമ്പസാരം നടത്തിയും നാം നമ്മെ തന്നെ മുഴുവനായി ശുദ്ധി വരുത്തിയവരാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇടയ്ക്കൊക്കെ സ്വയം കഴുകി ശുദ്ധീകരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ ഈ പാദക്ഷാളനം. ദൈവം നമുക്ക് നൽകിയ അനുരഞ്ജന കുദാശയുടെ മഹത്വം അംഗീകരിച്ച് കടത്തുകുമ്പസാരത്തിന് പകരം നമുക്കിടയിലേക്ക് കടന്നു വരുന്ന യേശു തന്നെയായ അപ്പം യോഗ്യതയോടെ സ്വീകരിക്കാനും ജീവൻ പ്രാപിക്കാനുമുള്ള ഉപാധിയാണതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാം. അപ്പോഴാണ് നമുക്ക് യേശുവിനോടും അവൻ്റെ വിശുദ്ധിയോടും പങ്കുണ്ടാവുക. അടുത്തതായി അന്നേ ദിവസം നമുക്ക് നൽകിയ സ്നേഹത്തിന്റെ കൽപ്പനയാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം ലോകം അറിയും. അവനുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാം. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട സമരിയാക്കാരി, ചുങ്കം പിരിക്കുന്ന സക്കേവൂസ്, കുഷ്ഠരോഗിയായ ശിമയോൻ, സമൂഹം വില കുറച്ച് കണ്ട സ്ത്രീ ശിഷ്യകൾ, വലത്തുവശത്തെ കള്ളൻ, ദരിദ്രർ, അന്ധർ, മുടന്തർ, കുഷ്ഠരോഗികൾ, വിധവകൾ തുടങ്ങിയവ വഴിയറമ്പുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടവരൊക്കെ അവന്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു. ഇന്നേ ദിവസം എളിമയുടെയും വിനയത്തിന്റെയും കൽപ്പന പ്രാവർത്തികമാക്കി കാൽ കഴുകുമ്പോഴും നമ്മുടെ സൗഹൃദങ്ങളിൽ ആരൊക്കെയുണ്ട്? ദരിദ്രർ, പാപികൾ, തീവ്രവാദികൾ, നമ്മെ അനാവശ്യമായി വിമർശിക്കുന്നവർ ആരുമുണ്ടാകില്ല. നാം സ്നേഹിക്കുന്നത് നമ്മെ മാത്രമാണോ? എല്ലാത്തരം മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവസ്നേഹം. അതുകൊണ്ടാണ് അവനെ ദിവ്യകാരുണ്യം എന്ന് വിളിക്കുന്നത്. നമ്മെ ആശ്വസിപ്പിക്കാൻ 2 കൈയും നീട്ടി 24 മണിക്കൂറും അവൻ ദിവ്യകാരുണ്യത്തിൽ കാത്തിരിക്കുകയാണ്. അവൻ എപ്പോഴും നമ്മെ ശ്രദ്ധയോടെ കേൾക്കുന്നു, നമ്മുടെ ദുഃഖങ്ങൾക്ക് സമാശ്വാസമേകുന്നു. ഏത് പാപിയെയും എത്ര വലിയ വിശുദ്ധനേക്കാൾ കൂടുതലായി ശ്രവിക്കാൻ അവൻ കാത്തിരുന്നു. ദൈവത്തെ മറച്ചുവെച്ച് മനുഷ്യനായവൻ ഇപ്പോൾ മനുഷ്യത്വം മറച്ചുവെച്ച് അപ്പമായി നമുക്കിടയിൽ സദാ സന്നിഹിതനാണ്. പെസഹ നാളിലെ ആരാധനാ നിമിഷങ്ങളിൽ പതിവിലും വിട്ടു കഴിയുന്നത്ര നേരം ദേവാലയത്തിൽ അവന്റെ സന്നിധിയിലായിരിക്കാൻ ഈ വർഷം നമുക്ക്